നമസ്കാരം കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ ഇന്നൊരു കാര്യം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്നൊരു വീടാണ് നമ്മുടെ. അപ്പോൾ ഇവിടെ ഇന്നാണ് ശ്രദ്ധയിൽപ്പെട്ടത്, നമ്മുടെ ഒരു ചെറിയൊരു മുളയുടെ പീസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് തേനുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഇതിന്നാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഈ സംഗതി ഇത് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നോക്കുകയാണേ. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനകത്ത് തേനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. തേൻ കാണാൻ ചാൻസ് ഉണ്ടല്ലയോ? ഇതിനകത്ത് വെയിറ്റ് ഉണ്ട്, നോക്കിയെടുക്കണം. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതിവിടെ ഇരുന്ന സംഗതിയാണ്. നമ്മൾ ഒന്ന് രണ്ട് ചെറിയ ടൂൾസൊക്കെ ആയിട്ടാണ് വന്നത്. തേനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അടിപൊളി തേനുണ്ടെന്നാണ് തോന്നുന്നത്. തേനുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. നൂത്തുക്ക് തേനുണ്ട്. അയ്യോ, ഈച്ച കിടന്ന് പറക്കുക. എൻ്റെ പൊന്നേ, അടിപൊളി തേനുണ്ട്. ഇതിനിഷ്ടം പോലെ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇതിവിടെ ഇട്ടിരുന്നതാണ്. അപ്പം ഇത്രയും തേനുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ദേഹം മൊത്തം ഈച്ചയാണ്. ഓടിക്കോ, അയ്യോ ഈശ്വര, ഈച്ചയുടെ ആക്രമണം ഭയങ്കരം തന്നെ. ഒന്ന് മാറ്റി വെച്ചാലോ? ഇവിടെ ഈച്ച, എൻ്റെ ശരീരം തോന്നുന്നു. ഇവിടെ എല്ലാം ഈച്ച കയറിയിരിക്കുന്നു. തലയിലെല്ലാം ഈച്ചയായി. ഒരു രസം കാണിച്ചു തരാം. എന്താ, എനിക്ക് ചുറ്റും ഈച്ചയായി കേട്ടോ. അപ്പം എന്തായാലും കാണിച്ചു തരാം. അടിപൊളി. ഈച്ചകളെല്ലാം കൂടെ എന്നെ പൊതിഞ്ഞിരിക്കുകയാണ്, എന്നാലും നമ്മൾ വിടത്തില്ല. അടിപൊളി. അയ്യോ, നല്ല കിടിലൻ സാധനം ഇറങ്ങി വരുന്നത് കേട്ടോ. മുട്ടയും എല്ലാം ഉണ്ടല്ലേ. ഈ തേനിൻ്റെ ഇതെടുക്കുന്ന ശാസ്ത്രീയ വശമൊന്നും നമുക്ക് അറിയത്തില്ല, എങ്കിലും സ്വാഭാവിക അന്നേരം ഏഴക്ക് ഒന്ന് പൊട്ടിച്ചാ വീഴുന്ന അതതിൻ്റെ പൂമ്പൊടി അല്ലേ? മധുരമുണ്ടോ? അടിപൊളി. ശിവനെ, എന്തൊരു കളർ, അടിപൊളി കളറല്ലേ. പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. അടിപൊളി കേട്ടോ, സൂപ്പർ. നല്ല രസമുണ്ട് വീഴുന്നതാണല്ലേ. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെറുതെ ഈ ഈച്ച കയറുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഈച്ചയ്ക്കുള്ള കുടവോ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ തേനൊക്കെ കിട്ടും കേട്ടോ. വീഴുന്ന കാണാൻ എന്ത് ഭംഗിയാണ് നോക്കേ. സംഭവം ഒരു 50 മില്ലി അല്ലെ കൂടി പോയി 100 മില്ലിയേ കാണത്തുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ചെറുതേനിൻ്റെ ഇത് ചെറുതേനല്ലേ. ചെറുതേനെ അല്ലാതെ മേടിക്കണമെങ്കിൽ ഇപ്പോൾ 2500 രൂപ എങ്ങാണ്ട് കിലോ വിലയുണ്ട്. ഇതിപ്പോൾ ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിൽ. ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല എന്ന് വിചാരിച്ച് നമ്മുടെ ഒരു ഒഴിഞ്ഞ വീടാണ് കേട്ടോ. ഇപ്പോൾ ഈ വീട് ഇങ്ങനെ വെറുതെ ഒഴിഞ്ഞ് കിടക്കുക. അപ്പം ഇതിനകത്ത് ഇങ്ങനെ കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ സാധനമുണ്ട്. ഈ പൂമ്പൊടിക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? എന്തോ മെഡിസിൻ എങ്ങാണ്ട് ഉണ്ടാക്കാൻ ഇതെടുക്കുമെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് ഈ തേൻ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടല്ലേ. ഇങ്ങോട്ട് നമ്മളധികം കയറാത്തോണ്ടാണ്, ഇങ്ങോട്ട് നമ്മളധികം ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇത് എന്തായാലും സംഗതി ഇതിപ്പോൾ എങ്ങനെയുണ്ട്? ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പ്ലേറ്റ് ഒന്ന് എടുക്കാമോ? നോക്കട്ടെ. ഒരല്പ സാധനം ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട്
എൻ്റെ പൊന്ന് സാറേ, നല്ല കിടിലൻ ടേസ്റ്റ് കേട്ടോ. ഒരു ശാലോട് ഞാനേ ഇതിങ്ങനെ കയ്യിലോട്ട് എടുക്കണം. നല്ല ഉഗ്രൻ ടേസ്റ്റ്. ചൂടൊക്കെ ആണ്, ഷർട്ടൊന്നും കൂടെ ഇറങ്ങിയതാ. സംഗതി കണ്ടെന്നറിഞ്ഞപ്പോൾ പിന്നെ കൊള്ളാം. അപ്പം നമുക്ക് ഇത് എത്ര മില്ലി ആണ്? 50 മില്ലി ആണെങ്കിലും സംഗതി ഇച്ചിരി ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ കൊണ്ടുവരും. ഇത് ഇനി അരിപ്പയ്ക്കകത്ത് പിഴിഞ്ഞ് തിരിച്ച് സെറ്റ് ചെയ്യാം ഈ സാധനമോ. അപ്പം ഇത് ഒരു കാര്യം, ഇപ്പം ഇതുപോലെ നമ്മൾ കെട്ടി വെച്ചാൽ വീണ്ടും വരുമോ? ആണോ? മതിയടോ. ഈ ഇത് വിരിയാറായ മുട്ട. ഇതിന്റെ ടെക്നിക്കൽ കാര്യമൊക്കെ അറിയാല്ലേ? ഇത് ഇതിന്റെ വിരിയാറായ മുട്ടയാണോ? ശരി. പൂമ്പൊടി, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് മണ്ട സൗരഭ്യം എന്ന് പറഞ്ഞ കാര്യം. ഇത് ഇങ്ങനെ മുള വെക്കുമ്പോ ഉണ്ടല്ലോ, ഇടയ്ക്കൊക്കെ ഈച്ച കുഞ്ഞുങ്ങളാണോ? അപ്പൊ എന്തായാലും ഇത് സംഗതി ഇത് കുറെ പഠിക്കാനുണ്ട്. ഇത് ടെക്നിക്കലായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണും. പക്ഷെ ഇത് നമ്മൾ ഇത് വെറുതെ ഇത് പണ്ടങ്ങ. ഇതാരാ കെട്ടി വെച്ചേ? നമ്മള് മുള ഗാർഡൻ പണിയാൻ മേടിച്ചതിന്റെ ബാലൻസ് മണ്ട ഭാഗം. ഓ അതാണോ ഇത്? അതിന്റെ ഭാഗങ്ങൾ ബാക്കി സെറ്റ് ചെയ്ത് വെച്ചതാ. ഓ അത് ശരി. അപ്പൊ ഇത് ഇതുപോലെ സെറ്റ് ചെയ്ത് വീണ്ടും വെച്ചേരെ. അപ്പൊ ഈ എത്ര നാൾ കൂടുമ്പോഴാണ് ഇതുപോലെ തേൻ കിട്ടുന്നേ? അത് ശരി. അപ്പൊ അടുത്ത വർഷം ഇപ്പം 50 മില്ലി ഉണ്ടെങ്കിൽ അടുത്ത വർഷം ഒരു 250 മില്ലി ആക്കണം. അപ്പം അതിനുള്ളൊരു പരിപാടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഏതായാലും നമ്മുടെ തേൻ എടുക്കുന്നത് ഇഷ്ടപ്പെട്ടവർ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ ഒന്ന് ഫോളോ ചെയ്തേക്കുക, ഒന്ന് ഷെയർ ചെയ്തേക്കുക.